സജു തോമസിലേക്കാണ്. സജു, ഇതിൽ തകർന്നടിഞ്ഞ പാർട്ടികളുടെ എണ്ണം എടുത്താൽ സ്വാഭാവികമായിട്ടും അതിൽ കോൺഗ്രസും RJDയും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കറുത്ത കുതിരയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ജൻ സ്വരാജ് പാർട്ടിയാണ്. പ്രശാന്ത് കിഷോറിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ പാർട്ടി യാതൊരു തന്ത്രവും അവിടെ ഫലം ചെയ്യാതെ തകർന്നടിഞ്ഞിരിക്കുന്നു. എന്താണ് അതിന് കാരണം? ജിൽസി, പ്രധാനമായിട്ടും 238 സീറ്റുകളിലാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടി മത്സരിച്ചത്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ലീഡ് ചെയ്യാൻ ജൻ സ്വരാജ് പാർട്ടിക്ക് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് JDU ഒരിക്കലും ഒരു 25 സീറ്റിലധികം നേടില്ല. 25 സീറ്റിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ഒരു ഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെയും അസ്തമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് JDUവിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് ഈ സീമാഞ്ചൽ അടക്കമുള്ള അരാരിയ, കിഷൻഗഞ്ച്, സീമാഞ്ചൽ അടക്കമുള്ള ഈ മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ NDA മുന്നണിക്കായിട്ടുണ്ട്. അവിടെയൊക്കെയും ഈ OIC സീറ്റുകൾ പിടിച്ചെങ്കിൽ പോലും തന്നെ അവിടെയൊന്നും ഈ ജൻ സ്വരാജ് പാർട്ടിക്ക് വലിയ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ നേട്ടമോ ഉണ്ടാക്കാനായിട്ടില്ല. അതായത് ഇപ്പോൾ ഏകദേശം ഇന്നലെ പുറത്തു വന്നതിൽ 12 എക്സിറ്റ് പോൾ സർവേകളിൽ 9 സർവേകളും പറഞ്ഞത് 5 മുതൽ 8 സീറ്റുകൾ വരെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടി നേടും എന്നുള്ളതാണ്. പക്ഷേ ജൻ സ്വരാജ് പാർട്ടിക്ക് ഒരു സീറ്റുകൾ പോലും നേടാനായിട്ടില്ല. ഒരിടത്ത് പോലും ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വരാനില്ല. പ്രത്യേകിച്ച് യുവാക്കളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു പാർട്ടി, മുന്നോക്കക്കാരുടെ പാർട്ടിയാകും അല്ലെങ്കിൽ ഒരു ഈ വോട്ട് കട്ടറായി മാറും എന്നുള്ള ചില പ്രതീക്ഷകളും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് JDUവിൻ്റെയും BJPയുടെയും ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോർ ഉന്നയിച്ച ആ വിഷയങ്ങൾ അവിടുത്തെ യുവാക്കൾ ഏറ്റെടുത്തിട്ടില്ല. ആ വോട്ടുകൾ പോലും പോയിരിക്കുന്നത് JDUവിനും അതോടൊപ്പം തന്നെ BJPക്കുമാണ്. ജൻസികളുടെ വോട്ടുകൾ പ്രശാന്ത് കിഷോർ നേടുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം 3000 കിലോമീറ്റർ യാത്ര ചെയ്തും ഈ ജനങ്ങളുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ പ്രകടനങ്ങളെല്ലാം തന്നെ യുവാക്കളായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പുതിയ വോട്ടർമാർ 20 ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടർമാർ അത് ഈ JSPയെ, ജൻ സ്വരാജ് പാർട്ടിയെ പിന്തുണയ്ക്കുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ ആദ്യ വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ. പക്ഷേ ആ വ്യാഖ്യാനങ്ങളൊക്കെ അപ്രസക്തമാക്കുന്ന ഒരു ഫലമാണ് വന്നിരിക്കുന്നത്. ഫലം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നപ്പോഴും ജൻ സ്വരാജ് പാർട്ടി ചിത്രത്തിലേ ഇല്ല. ജൻ സ്വരാജ് പാർട്ടിക്ക് ബീഹാറിൽ വേരുറപ്പിക്കാനായിട്ടില്ല. അതായത് പല പാർട്ടികൾക്കും തന്ത്രം മെനഞ്ഞു കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റാൻ അഹോരാത്രം പണിയെടുത്ത പ്രശാന്ത് കിഷോറിന് അദ്ദേഹത്തിന് ജന്മനാട്ടിൽ പോലും വേരുറപ്പിക്കാനായിട്ടില്ല. അദ്ദേഹത്തിന് നിലം തൊടാനാവാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഫലം വന്നപ്പോൾ നിലവിലുള്ളത്. സജു, ഒപ്പം തന്നെ നേട്ടമുണ്ടാക്കിയ മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ചിരാഗ് പാസ്വാന്റെ LJP ആണ്. കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തവണ 29 സീറ്റ് നൽകിയതിനെ തുടർന്ന് മുന്നണിക്കുള്ളിൽ തന്നെ LJP എന്തിന് ഇത്ര സീറ്റ് നൽകി? പാസ്വാൻ വിഭാഗം വെറും 5% മാത്രമാണ് ബീഹാറിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് അത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും 21 സീറ്റുകൾ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ട് LJP വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. അതിനെ എങ്ങനെ കാണാം? ജിൽസി, പ്രധാനമായിട്ടും ഈ ചിരാഗ് പാസ്വാന്റെ LJP ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാറുമായിട്ട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആരെന്നുള്ളതിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ നിലനിന്നിരുന്നു. അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് ഇവരുടെ അടി അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ തുടർന്നത്. പക്ഷേ അതൊക്കെയും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് BJP മുൻപോട്ട് പോയത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണേണ്ടത് 2015-ലും 2020-ലും JDUവിലും അതോടൊപ്പം തന്നെ BJPയിലും ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് 2015-ലും 2020-ലും JDUവിനും അതോടൊപ്പം തന്നെ BJPക്കും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. മറിച്ച് 2010 നോക്കുകയാണ്. 2010-ൽ 100-ലധികം സീറ്റുകളാണ് അവിടെ JDU നേടിയത്. BJP നേടിയത് 90-ലധികം സീറ്റുകളാണ്. അതേ നില തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. JDUവും BJPയും വലിയ നേട്ടമുണ്ടാക്കി. അതായത് JDUവിൻ്റെയും BJPയുടെയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി ഈ പ്രവർത്തകർ നേതാക്കളും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. LJPയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഒരു യുവ നേതാവാണ്. പ്രത്യേകിച്ച് തേജസ്വി യാദവിന് നേരെ ഓപ്പോസിറ്റ് വെക്കാൻ പറ്റുന്ന ഈ പക്ഷത്തിൽ, അതായത് NDA പക്ഷത്തിലെ ഒരു യുവ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ റാലികളിലും എല്ലാ പ്രഖ്യാപന വേദികളിലും ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ. നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കും, വലിയ സ്ട്രൈക്ക് റേറ്റോട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെ അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. 29 സീറ്റ് മത്സരിച്ചാൽ അതിൽ 20 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലേക്ക് ഈ
LJP കൊണ്ടെത്തിക്കുന്നതിൽ അവരുടെ ലീഡ് ക്യാമ്പയിനർ പാർട്ടി അധ്യക്ഷനായ ചിരാഗ് പാസ്വാന്റെ പങ്ക് ഏറെയാണ്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തുകയും ഈ യുവാക്കളുടെ അധികം വോട്ടുകൾ അദ്ദേഹം നമ്മോട് പറഞ്ഞത് ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് തേജസ്വി യാദവ് എന്നാണ്. അദ്ദേഹത്തിന് ഒരു യാഥാസ്ഥിതിക പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് പിന്തുടരുന്ന മുസ്ലിം യാദവ MY = അല്ലെങ്കിൽ MY ഫോർമുലയാണ് അദ്ദേഹം ഇപ്പോൾ പിന്തുടരുന്നത്. പുതിയ കാലഘട്ടത്തിൽ ആ ഫോർമുല അല്ല. എന്നാൽ ഞാൻ പിന്തുടരുന്നത് MY, അതായത് അത് മുസ്ലിം അല്ല, അതായത് അത് സ്ത്രീകൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയുമുള്ള പുതിയ ഫോർമുലയാണ് ഈ കാലഘട്ടത്തിൽ പിന്തുടരേണ്ടത്. അത് LJPക്ക് കൃത്യമായി അറിയാമെന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചതാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം പിന്തുടർന്നിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്. 20 സീറ്റുകളിലാണ് LJP മുന്നേറുന്നത്. BJPയുടെ ഒപ്പം തന്നെ കിടപിടിക്കത്തക്ക രീതിയിൽ മുന്നേറാൻ ചെറു പാർട്ടിയായ LJPക്ക് അവരുടെ പോക്കറ്റുകളിൽ ആയിട്ടുണ്ട്. 2020 JDUവിനെതിരെ മത്സരിച്ച് 1 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത്. അന്ന് JDUവിന്റെ വോട്ടുകൾ കട്ട് ചെയ്തതിൽ പ്രധാനിയായത് LJP ആയിരുന്നു, ചിരാഗ് പാസ്വാൻ ആയിരുന്നു. ആ വൈര്യം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ 29 സീറ്റുകൾ നൽകുന്നതിനെ വലിയ രീതിയിൽ എതിർത്തത്. പക്ഷേ ഈ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഇവരൊക്കെയും ഒന്നിച്ചു നിന്നത്, പ്രത്യേകിച്ച് ഉപേന്ദ്ര കുശ്വാഹിന്റെ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഒന്നിച്ചു നിന്നത് BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാനായിട്ടുണ്ട്, NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാർജിനിലേക്ക്, പ്രത്യേകിച്ച് ഈ പ്രവചനങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള വലിയൊരു മാർജിനിലേക്ക് ബീഹാറിൽ NDA സഖ്യത്തിന് എത്താനായത്.